തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ മരിച്ച വേണുവിന്റെ കൂടുതൽ ഓഡിയോ സന്ദേശങ്ങൾ പുറത്ത്. ആരോഗ്യനിലയിൽ ആശങ്ക പ്രകടിപ്പിച്ചയച്ച സന്ദേശമാണ് ജനം ടിവിക്ക് ലഭിച്ചത്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആശുപത്രി ഏൽക്കുമോ എന്നും കുടുംബത്തിന് ഉണ്ടാകുന്ന നഷ്ടം അവർക്ക് നികത്താനാകുമോ എന്നും വേണു ചോദിക്കുന്നുണ്ട്. അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് കൊല്ലത്തുനിന്ന് റെഫർ ചെയ്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഈ ആൻജിയോഗ്രാം ചെയ്ത് വിടത്തക്ക ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് കൊല്ലത്തേക്ക് പോയത്. എന്നിട്ട് അവിടുന്ന് തിരുവനന്തപുരത്തേക്ക് റെഫർ ചെയ്തത്. അപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് കിടന്നിട്ട് വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് 5ാമത്തെ ദിവസമാണ്. എന്ത് നടന്നിട്ടത്? ഒരു ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരു എക്കോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നടന്നിട്ട് ഈ 5 ദിവസം. ഈ ദിവസത്തിനുള്ളിൽ ഈ ശരീരത്തിന് എന്തെങ്കിലും ആരോഗ്യവസ്ഥ, എന്തെങ്കിലും ഭക്ഷണത്തരം ഉണ്ടാക്കി ഭക്ഷണമായി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുമായിരിക്കും? ഈ ആരോഗ്യാവസ്ഥ ഇപ്പം നിലവിൽ എൻ്റെ ഈ ആരോഗ്യാവസ്ഥയിൽ എന്തെങ്കിലും ഒരു വഷളം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അവർക്ക് എന്താ ചെയ്യാൻ പറ്റും? എൻ്റെ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം ഇവരൊക്കെ ഉണ്ടാവുമോ? ഇവരുടെ ഉദാസീനത ഉണ്ടാവുമോ? നികത്താൻ എന്തൊരു മര്യാദയില്ലാത്ത ഇടപെടിയില്ല നമ്മളുണ്ടാക്കി കാണിക്കുന്നത്. ഒരു സാധാരണക്കാരൻ്റെ ആശ്രമമായി തീരേണ്ട ഒരു ആഗ്രഹമല്ലേ? മൃഗങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ആ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയാണ് ആ മനുഷ്യൻ പറയുന്നത്. സാധാരണക്കാരന്റെ ആശ്രയമാണ് മെഡിക്കൽ കോളേജുകൾ. അവിടെ ഒന്ന് ചികിത്സയ്ക്ക് എത്തിയതാണ് ആ മനുഷ്യൻ. എന്തായാലും ഒടുവിൽ മൃതദേഹമായി മടങ്ങേണ്ടി വന്ന ഗതികേട്. വല്ലാത്ത വിഷമം തോന്നുന്നു ഈ ഓഡിയോ കേൾക്കുമ്പോൾ. മനോജ്, ആ കുടുംബത്തിന്റെ അവസ്ഥ, ഒപ്പം തന്നെ ആ മനുഷ്യൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എല്ലാം തന്നെ നമ്മുടെ ആരോഗ്യ കേരളം നമ്പർ 1 എന്ന് പറയുന്നവർ കേൾക്കേണ്ടതാണ്. തീർച്ചയായും അതുതന്നെയാണ്. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ മികവൊക്കെ തന്നെ വലിയ സംഭവമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നവരാണ്. അതായത് ഈ ഒരു സർക്കാർ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരുപാട് ആശുപത്രികളിൽ ഈ ചികിത്സാ പിഴവൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള, അതായത് 2 പെൺമക്കളുടെ അച്ഛൻ, ഒരു ഓട്ടോ ഡ്രൈവറായിട്ടുള്ള കൊല്ലം പന്മന സ്വദേശിയായിട്ടുള്ള വേണു അവിടെ ആദ്യം ചവറയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു നെഞ്ചുവേദനയെ തുടർന്ന്. അതിനുശേഷമാണ് കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നത്. അവിടെ നിന്നും എത്രയും വേഗം തന്നെ ആൻജിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. എന്നാൽ അവിടെ പോയി 5 ദിവസം കഴിഞ്ഞിട്ടും ആൻജിയോഗ്രാം ചെയ്യാതെ വേണുവിനോട് അവിടെയുണ്ടായിരുന്ന ഡോക്ടറും അതോടൊപ്പം തന്നെ ജീവനക്കാരും ഒക്കെ പെരുമാറിയ വേദനയൊക്കെ പങ്കുവച്ചുകൊണ്ടുള്ള ഓഡിയോ സന്ദേശം നേരത്തെ തന്നെ, അത് സുഹൃത്തിന് അയച്ച സന്ദേശം നേരത്തെ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. അതിനു പിന്നാലെയാണ് ഇത്തരത്തിൽ അവിടെയുള്ള ഓരോ കാര്യങ്ങളും എണ്ണി പറഞ്ഞുകൊണ്ട് ബന്ധുവിന് അയച്ച ഈ ശബ്ദ സന്ദേശം കൂടെ പുറത്തു വരുന്നത്. ചികിത്സ കിട്ടാതെയാണ് വേണു മരിച്ചിരിക്കുന്നത്. അതിൽ ആശുപത്രി അധികൃതരൊക്കെ പലതരത്തിലുള്ള വാദങ്ങളുമായി വന്നെങ്കിലും ഈ രേഖകളിലൊക്കെ തന്നെ നമുക്കത് ക്രിയാറ്റിൻ്റെ അളവൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ കൃത്യമായും എന്താണ് സംഭവിച്ചത് എന്ന് പൊതുജനത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഓഡിയോ സന്ദേശം കൂടെ അതിൽ ഗുരുതരമായി തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു രോഗി, സാധാരണക്കാരനായിട്ടുള്ള ഒരു രോഗി ആശുപത്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരുന്ന ആ ദുഃഖകരമായിട്ടുള്ള ആ ഒരു സന്ദേശം തന്നെയാണ് നമ്മൾ കേട്ടത്. വേണുവാണ് ഈ രോഗിയായി അവിടെ എത്തുന്നതും തുടർന്ന് ഈ 5 ദിവസവും പലതവണ ആവശ്യപ്പെടുന്നുണ്ട് ഡോക്ടർമാരോടും അവിടെയുള്ള ജീവനക്കാരോടുമൊക്കെ. പക്ഷേ ഒരു തരത്തിലും ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം കുറച്ച് ദിവസമായി എത്രയും വേഗം ഈ ആൻജിയോഗ്രാം ചെയ്യണമെന്നുള്ള ആവശ്യം തന്നെയാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിന്നും നൽകിയ വിവരമനുസരിച്ച് അവിടേക്ക് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെ പോകുന്ന ഒരു രോഗിയെ കാര്യമായി ചികിത്സിക്കുവാനോ അല്ലെങ്കിൽ അതിന് വേണ്ട മറ്റ് നടപടികൾ ചെയ്യുവാനോ അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അതായത് വേണുവിനെ നിലത്ത് കിടത്തിയിരുന്നു എന്നൊക്കെയാണ് വിവരങ്ങൾ. അതായത് ഒരു സർക്കാർ ആശുപത്രിക്കുള്ളിൽ കയറി മാധ്യമങ്ങൾക്ക് ദൃശ്യങ്ങൾ പകർത്തുന്നതിനൊക്കെ ഒരു നിയന്ത്രണമുണ്ട്. പക്ഷേ ഈ നിയന്ത്രണത്തിൻ്റെ മറവിൽ തന്നെ പലതരത്തിലുള്ള സംഭവങ്ങളും ഉണ്ടാകുന്നു. അതിന് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ അവിടെയുള്ള ആരോഗ്യ മേഖലയിലെ അധികൃതർ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ്. എന്തായാലും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം. ഇന്ന് ഡോക്ടർ ഹാരിസ് ചിറക്കൽ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. അദ്ദേഹത്തെ, വേണുവിനെ നിലത്ത് കിടത്തിയിരുന്ന സാഹചര്യമൊക്കെ അദ്ദേഹം തന്നെ തുറന്നു പറയുന്ന ഒരു അവസ്ഥ നോക്കണം. അദ്ദേഹം ഒരു ഡോക്ടറാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർ. അദ്ദേഹം ഒരിക്കൽ അവിടെ സംഭവിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ പുകിലൊക്കെ നമ്മൾ കണ്ടതുമാണ്. ഒടുവിൽ ഗതി കെട്ടപ്പോൾ ഇന്ന് അദ്ദേഹം വീണ്ടും മാധ്യമങ്ങൾക്ക് മുൻപാകെ എത്തി പറഞ്ഞതാണ്.
തീർച്ചയായും അതുതന്നെയാണ് അദ്ദേഹം അക്കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം സർക്കാരിനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അതിനു പിന്നാലെ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വെളിപ്പെടുത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യ മേഖല എത്രത്തോളം മെച്ചപ്പെട്ടതാണെന്ന് പൊതുജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് എവിടെയായാലും എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു രോഗിക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഈ ഒരു അനുഭവങ്ങളാണ്. എന്തായാലും വേണുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാഷ്ട്രീയ നേതാക്കളടക്കം വരുന്നുണ്ട്. പക്ഷേ ആരോഗ്യമന്ത്രി അവിടേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ആരോഗ്യമന്ത്രി ആദ്യം പോകേണ്ടത് ഈ വേണുവിൻ്റെ പന്മനയിലെ വീട്ടിലേക്കാണ് എന്നുള്ള കാര്യം അവിടെയുള്ള നാട്ടുകാരടക്കം പറയുന്നുണ്ട്. കാരണം ഒരു ചികിത്സ ലഭിക്കാതെ ഒരു സാധാരണക്കാരന്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് മരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടാണ് ഈ കേരളത്തിലുള്ളത്. അങ്ങനെ ഒരു എല്ലാവരും ആശ്രയ കേന്ദ്രമായി കാണുന്ന അത് വേണു തന്നെ ആ ഓഡിയോ സന്ദേശത്തിലൂടെ പറയുന്നുണ്ട്. എനിക്ക് എന്ത് സംഭവിച്ചാലും അതിന് ഉത്തരവാദി ഈ ആശുപത്രിയും ആശുപത്രി അധികൃതരുമാണ്. അതോടൊപ്പം തന്നെ ഒരു സാധാരണക്കാരൻ ആശ്രയ കേന്ദ്രമായി കാണുന്ന ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെയാണോ ചികിത്സ ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയാണോ അധികൃതർക്ക് പെരുമാറേണ്ടത്? വേണുവിന്റെ കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു. ആ നിസ്സഹായ അവസ്ഥയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പ്രേക്ഷകർ കേട്ടത്.